കവിതേ, എടി കവിതേ. ആ പറഞ്ഞോ അമ്മ. എടി, എത്ര പ്രാവശ്യം നിന്നെ വിളിക്കുന്നത്? നീ അവിടെ അകത്തിരുന്ന് എന്തെടുക്കുമായിരുന്നു? ഒന്നുമില്ല അമ്മ, ഞാൻ അവിടെ വെറുതെ ഇരിക്കായിരുന്നു. ശരി, എനിക്ക് ലേറ്റായി, ഞാൻ ഓഫീസിലേക്ക് പോവാ. നീ ഒറ്റയ്ക്കാണ്, സൂക്ഷിച്ചിരിക്കെ, മനസ്സിലായോ? ശരി അമ്മ. ഇത് നോക്ക്, നിനക്ക് പുറത്തു പോകണമെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് പോകണം. എന്നോട് പറയാതെ എങ്ങോട്ടും പോവാൻ പാടില്ല, മനസ്സിലായോ? ശരി അമ്മ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, വീട്ടിൽ തന്നെ ഉണ്ടാവും. ഓക്കെ അല്ലേ? ശരി, ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. ടിഫിൻ ഇരിക്കുന്നുണ്ട്, എടുത്ത് കഴിച്ചേക്ക്. ശരി അമ്മ. ആരാ നിങ്ങള്? എന്റെ പേര് കുമാരൻ. ഓക്കെ. ഞാനും നിന്റെ അമ്മയും ഒരേ ഓഫീസിലാ ജോലി ചെയ്യുന്നത്. നിന്റെ അമ്മയോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. അതെയോ? അമ്മ രാവിലെ തന്നെ ഓഫീസിലേക്ക് പോയല്ലോ. അങ്ങനെയോ? എന്നെ വീട്ടിലേക്ക് വരാനാണല്ലോ പറഞ്ഞത്. എപ്പോഴാ പോയത്? അമ്മ രാവിലെ 9 മണിക്കൊക്കെ പോയല്ലോ. അങ്ങനെയോ? എന്താ കാര്യം? അമ്മയോട് എന്തെങ്കിലും പറയാനുണ്ടോ? നിന്റെ അമ്മയ്ക്ക് ഞാനൊരു 30,000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അത് തിരിച്ചു തരാന്ന് പറഞ്ഞപ്പോ അത് വീട്ടിൽ കൊണ്ടുവന്ന് തന്നാ മതി എന്ന് പറഞ്ഞു. അല്ല, അമ്മയും നിങ്ങൾ ഒരുമിച്ചല്ലേ വർക്ക് ചെയ്യുന്നത്? അപ്പൊ ഓഫീസിൽ വെച്ച് തന്നെ കൊടുത്താ പോരായിരുന്നോ? കറക്റ്റ്. പക്ഷെ നിന്റെ അമ്മയാ പറഞ്ഞത് വീട്ടിൽ കൊണ്ടുവന്ന് തന്നാ മതി. ആയിക്കോട്ടെ, അമ്മ രാവിലെ 9 മണിക്ക് തന്നെ ഓഫീസിലേക്ക് പോയല്ലോ. ഇപ്പൊ എന്ത് ചെയ്യാനാ? എനിക്ക് തോന്നുന്നത് നിന്റെ അമ്മ ഇന്ന് വേഗം വരാനാണ് സാധ്യത. കാരണം ഇന്നൊക്കെ ഞങ്ങളുടെ ഓഫീസിൽ കാര്യമായിട്ട് ജോലിയൊന്നുമില്ല. അതുകൊണ്ട് നിന്റെ അമ്മ തിരിച്ചു വരുന്നവരെ ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. അതെയോ? ശരി, വെയിറ്റ് ചെയ്യണം. ഞാൻ അമ്മയൊന്ന് ഫോൺ ചെയ്യട്ടെ. എന്താ മോളെ, അമ്മ ഫോൺ എടുത്തില്ലേ? ഇല്ല അങ്കിൾ, അമ്മയുടെ ഫോൺ നോട്ട് റീച്ചബിൾ എന്നാ കാണിക്കുന്നത്. സിഗ്നൽ ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെയോ? ശരി, നിന്റെ അമ്മ വരുന്നവരെ ഞാൻ ഇവിടെ ഇരുന്നോളാം. ഇവിടെയോ? ആ. നിന്റെ അമ്മ വന്നതിന് ശേഷം ഞാൻ ഈ പണം കൊടുത്തിട്ട് പൊക്കോളാം. ഓക്കെ? ശരി, കുടിക്കാൻ ഇച്ചിരി വെള്ളം കൊണ്ടുവന്നേ. ശരി അങ്കിൾ. അങ്കിൾ. താങ്ക് യു വെരി മച്ച് മോളെ. ശരി അങ്കിൾ. അങ്കിൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണേ. ഓക്കെ. എന്താ മോളെ ചെയ്യുന്നത്? മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? അതിരിക്കട്ടെ, നിങ്ങളോട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ. എന്തിനാ ബെഡ്റൂമിലേക്ക് വന്നത്?
അതല്ല മോളെ, അങ്ങോട്ടേക്ക് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വന്ന് നോക്കിയതാ. മതി മതി, ആദ്യം നിങ്ങൾ പുറത്തേക്ക് പോ അങ്കിൾ. എന്താ മോളെ ഇത്? എന്തിനാ ഇപ്പൊ എന്നോട് പുറത്തു പോകാൻ പറയുന്നേ? ഞാൻ നിന്റെ അമ്മയുടെ ഫ്രണ്ടല്ലേ? അതിനെന്താ, നിങ്ങൾ പുറത്തേക്ക് പോയിക്കേ. അമ്മയോട് ഞാൻ ഇപ്പൊ ഫോൺ ചെയ്ത് സംസാരിച്ചേ ഉള്ളൂ. ഇവിടെ തൊട്ടടുത്ത് എവിടെയോ ഉണ്ടെന്നാ പറഞ്ഞ്. 2 മിനിറ്റിനുള്ളിൽ വീട്ടിലെത്താന്നാ പറഞ്ഞിരുന്നത്. അമ്മ വരുന്നവരെ നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യ്. 2 നിമിഷത്തിൽ വരുമെന്നോ? അതെ. അങ്ങനെയോ? ശരി ശരി, എന്നാ ഞാൻ വെളിയിൽ വെയിറ്റ് ചെയ്യാം. കവിത, എടി കവിത, എന്താടി വാതിൽ തുറന്നിട്ടിരിക്കുന്നത്? അയാളുടെ പേരെന്താണെന്നാ പറഞ്ഞ? കുമാരൻ പറഞ്ഞത് അമ്മ. കുമാരനോ? ഇങ്ങനൊരു പേര് ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടേ ഇല്ലല്ലോ. എന്റെ ഓഫീസിലും ഈ പേരിൽ ആരും അവിടെ ഇല്ല. അതെയോ? അമ്മയുടെ ഓഫീസിലാണ് അയാൾ വർക്ക് ചെയ്തെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ലേ? നീ പറയുന്നത് കേൾക്കുമ്പോ എന്തോ ശരിയല്ലെന്ന് തോന്നുന്നു. പുറത്തു നടക്കുന്ന കാര്യങ്ങൾ ന്യൂസ് പേപ്പറിലും ടിവിയിലും കാണുന്നില്ലേ? ആരോ ഒരാൾ എന്നെ അറിയാന്ന് പറഞ്ഞ അവനെ വീട്ടിനകത്ത് വിളിച്ചു കയറ്റണം. അതുകൊണ്ടല്ല അമ്മ, അയാൾ അമ്മയ്ക്ക് പണം തരാനുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് പണം തരണമെങ്കിൽ എന്നെയല്ലേ വിളിക്കേണ്ടത്? ഞാൻ 2 നിമിഷത്തിനകം ഇങ്ങോട്ട് വരുന്നു നീ പറഞ്ഞ ശേഷമാണ് അവൻ പേടിച്ചിവിടുന്ന് ഓടിപ്പോയത്. ഞാൻ വരാൻ വൈകുന്നേരമാവുമെന്ന് നീ പറഞ്ഞിരുന്നെങ്കിൽ അവൻ തീർച്ചയായും നിന്നെ എന്തെങ്കിലും ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യം ഞാൻ പുറത്തു പോകുമ്പോഴും നിന്നോട് ശ്രദ്ധിച്ചിരിക്കാൻ പറഞ്ഞിട്ട് പോകുന്നത്. അദ്ദേഹം അമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞോണ്ടാ അകത്ത് കയറ്റിയത്. നിനക്ക് മുൻപരിചയമില്ലാത്ത ആര് വന്നാലും ഇതുപോലെ അകത്തിരുത്തരുത്, മനസ്സിലായോ? ഇത് നോക്കടി, ഇനി ആരെങ്കിലും വീട്ടിലേക്ക് വന്ന് എന്നെയോ നിന്റെ അച്ഛനെയോ അറിയാന്ന് പറഞ്ഞാ അവരെ പുറത്ത് നിർത്തി കാര്യം അന്വേഷിച്ച് ആ വഴിയെ തിരിച്ചയച്ചേക്ക്. അല്ല ഇവനെപ്പോലെ അകത്ത് വന്ന് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാ പറ്റില്ലെന്ന് പറഞ്ഞേക്ക്. ഇക്കാലത്ത് ആരെയും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല, മനസ്സിലായോ? ശരി അമ്മ. ഓരോ നിമിഷവും ശ്രദ്ധയോടെ ഇരിക്കണം, മനസ്സിലായോ? ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള കള്ളന്മാർക്കേ നമ്മൾ തന്നെ വളം വെച്ചു കൊടുക്കുന്ന പോലെ ആയിരിക്കും. ശരി അമ്മ, ഇനി ഞാൻ സൂക്ഷിച്ചിരുന്നോളാം. ശരി ശരി.